കരിമാലൂർ പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രതിപക്ഷാംഗങ്ങൾ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 4 ദിവസമായി കരിമാലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിനെ തുടർന്നാണ് UDF ജനപ്രതിനിധികൾ കരിമാലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തിയത്. ലൈനിൽ അറ്റകുറ്റപ്പണിയെന്നും മെയിൻ പൈപ്പ് പൊട്ടിയെന്നുമൊക്കെ കാരണം പറഞ്ഞ് ആഴ്ചയിൽ 5 ദിവസം കുടിവെള്ള വിതരണം നിർത്തിവെക്കുകയാണെന്ന് പഞ്ചായത്തിലെ പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. കുടിവെള്ള വിതരണം നിലച്ച വാർഡുകളിൽ എത്രയും വേഗം വെള്ളം എത്തിക്കണമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ AM അലിയും പഞ്ചായത്ത് അംഗം TA മുജീബും ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അംഗങ്ങളായ ബീന ബാബു, മുഹമ്മദ് മെഹജൂബ, EM അബ്ദുൽ സലാം, KA ജോസഫ്, KM ലൈജു, സൂസൻ വർഗീസ്, നദീറ ബീരാൻ തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു. എല്ലാ ദിവസവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഒരു അറിയിപ്പ് വരും, ഇന്ന സ്ഥലത്ത് പൈപ്പ് റിപ്പയർ ചെയ്യാണ്, അപ്പോൾ ആയതിന്റെ പേരിൽ 2 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാ ദിവസവും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട നമ്മളെ MLA കൂടിയായ മന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയണില്ല. ഈ പഞ്ചായത്തുകളിൽ എന്താണ് നടക്കണമെന്നുള്ളത് ഒരു കാര്യവും അറിയാനില്ല. പുള്ളി ഒപ്പം എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളായിട്ട് നടപ്പുണ്ട്. ഇത് ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യവും ഈ ഒപ്പത്തിൽ വരുന്നില്ല. അത്യാവശ്യം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക, അതില്ല. ആളുകൾക്ക് റോഡ് ഗതാഗതം സൗകര്യം ചെയ്തു കൊടുക്കുക, അതില്ല. ആളുകൾക്ക് വെളിച്ചേക്കാനുള്ള സംവിധാനം ചെയ്യുക, അതൊന്നുമില്ല. വെറുതെ ഒപ്പം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ വല്ലവരുടെ പദ്ധതികൾക്ക് ഒപ്പം എന്നുള്ള പേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് നമുക്കുള്ളത്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മന്ത്രിനെ പോയി കണ്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആ ജനപ്രതിനിധിയെ കണ്ട് നമ്മളുടെ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം, ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം, ആളുകൾക്ക് യാത്ര ചെയ്യണം, ആളുകൾക്ക് വെളിച്ചം കാണണം, ഇത് 3 അവരുടെ അവകാശങ്ങളാണ്. അത് ചെയ്തു കൊടുക്കാൻ ജനപ്രതിനിധികൾ ബാധ്യസ്ഥരുമാണ്. ഈ കാര്യം ചെയ്യുന്നില്ല. പല വാർഡുകളിലും കുടിവെള്ളം കിട്ടാതെ ആളുകൾ നെട്ടോട്ടോടെയാണ്. 20 ദിവസത്തിനുള്ളിൽ 3 ദിവസമാണ് ആകെ വെള്ളം വന്നേക്കണത്. അത് 5 ദിവസം വരും, പിന്നെ വരൂല, പിന്നെ ഒരു ദിവസം വരും, പിന്നെ ഒരു 5 ദിവസം വെള്ളം വരൂല, പിറ്റത്തെ ദിവസം വരും. അപ്പോഴത്തേനും എവിടെയെങ്കിലും പൊട്ടും. ഈ പഴഞ്ചൻ പൈപ്പുകളിൽ ആവശ്യമില്ലാത്ത ഫോഴ്സ് കൊടുത്ത് ഭയങ്കരമായ രീതിയിൽ പൈപ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു അടിയന്തരമായ പരിഹാരം കാണണം. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം. മന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ഉത്തരവാദിത്വമില്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ജനപ്രതിനിധികളായ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഞങ്ങൾ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കുടിവെള്ളം അടിയന്തരമായി ടാങ്കർ ലോറികളിൽ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അടിയന്തരമായ യുദ്ധകാലാടിസ്ഥാനത്തിൽ കളക്ടറുടെ പെർമിഷനോട് കൂടി കുടിവെള്ളം കൊടുക്കുന്നൊരു സംവിധാനം ഇതിന് മുമ്പുണ്ട്. ആ സംവിധാനം അതിന് നമുക്ക് സർക്കാരിൻ്റെ അനുമതിയുണ്ട്. അതിനുള്ള അടിയന്തരമായ കാര്യം കണ്ടുകൊണ്ട് ഇതിന് കളക്ടർ അനുവാദം വാങ്ങി ഈ വെള്ളം എത്താത്ത വാർഡുകളിൽ അടിയന്തരമായി GPS ഘടിപ്പിച്ച വണ്ടികളിൽ കുടിവെള്ളം എത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടിയാണ് ഇവിടെ ഈ സമരം നടക്കുന്നത്. ഇങ്ങനെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നില്ലെങ്കിൽ അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വാർഡുകളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഉദ്യോഗസ്ഥരെയും കടമയാണ്. ഞങ്ങളുടെ വാർഡ് മെമ്പർമാർക്കും ജനങ്ങൾ കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും ഒരു ദൗത്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിനു മുന്നോടിയായാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ ഇടപെടാത്തത് കൊണ്ട് കളക്ടറുമായി ബന്ധപ്പെടുകയോ മറ്റു ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയോ ചെയ്യാതെ ഈ കുടിവെള്ള വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനാസ്ഥക്കെതിരെയാണ് ഞങ്ങൾ ഇന്ന് സമരം ശക്തമാക്കിയിരിക്കുന്നത്. UDFന്റെ 9 മെമ്പർമാരും ഈ സമരത്തിന് രാവിലെ 10:30 മുതൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതുവരെ ഞങ്ങൾ ഇവിടെ സമരം തുടരും. വാർഡുകളിൽ അടിയന്തരമായി ടാങ്കറുകളിൽ താൽക്കാലികമായി വെള്ളം എത്തിക്കുക, ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വർക്കുകൾ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാതെയുള്ള മന്ത്രി P രാജീവിന്റെ ഈ കളമശ്ശേരി നിയോജകമണ്ഡലത്തിൽ പ്രത്യേകിച്ച് കരിമാലൂർ പഞ്ചായത്തിനോടുള്ള അവഗണന ജനങ്ങൾ തിരിച്ചറിയണം. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവഗണന ജനങ്ങൾ തിരിച്ചറിയണം. ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ വരും ദിവസങ്ങളിൽ UDF ജനപ്രതിനിധികളും അതുപോലെ ബഹുജനങ്ങളെ കൂട്ടിക്കൊണ്ട് ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതുവരെ ഞങ്ങൾ മെമ്പർമാർ സമരരംഗത്തുണ്ടാകും.